നമസ്കാരം. 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സിപിഎമ്മിന്റെ അവസാനവട്ട ശ്രമങ്ങളും പരാജയം. വഴങ്ങാതെ ജി സുധാകരൻ. ആലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് സൂചന. വാർത്താ സമ്മേളനം രാവിലെ 11 മണിക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലേറെ വൈകി പാർട്ടി നടപടി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനോട് വിശദീകരണം തേടി സിപിഎം പത്തനംതിട്ട ജില്ലാ നേതൃത്വം. നോട്ടീസ് അയച്ചത് തപാൽ വഴി. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് നോട്ടീസിൽ. LPG പ്രതിസന്ധി മറികടക്കാൻ നടപടികളുമായി കേന്ദ്ര സർക്കാർ. പാചകവാതക വിതരണം നിരീക്ഷിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. കരിഞ്ചന്ത തടയാൻ നടപടി വേണമെന്ന് ചീഫ് സെക്രട്ടറിമാരോട് ആഭ്യന്തര മന്ത്രാലയം. യുദ്ധം അവസാനിപ്പിക്കാൻ 3 ഉപാധികളുമായി ഇറാൻ. ഇറാന്റെ പരമാധികാരവും അവകാശങ്ങളും അംഗീകരിക്കണം. യുദ്ധത്തിലെ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം. ഇറാനെതിരെ പ്രമേയം പാസാക്കിയ ഐക്യരാഷ്ട്രസഭ. പിന്മാറാനില്ലെന്ന് ട്രംപ്. ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയ്ക്കും ഉപമുഖ്യമന്ത്രി സുരേന്ദ്ര ചൌധരിക്കും നേരെ വധശ്രമം. വെടിവയ്പുണ്ടായത് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ അക്രമി പിടിയിൽ. സംസ്ഥാനത്ത് വേനൽ ചൂട് കനക്കുന്നു. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും 3 ദിവസം താപനില ഉയരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 38 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാമെന്ന് IMD ഡയറക്ടർ ന്യൂസ് 18നോട്. വാർത്തകളിലേക്ക് വിശദമായി പോകാം. സിപിഎം ബന്ധം ഉപേക്ഷിക്കാൻ ജി സുധാകരൻ. 11 മണിക്ക് മാധ്യമങ്ങളെ കാണുന്ന സുധാകരൻ നിലപാട് പ്രഖ്യാപിക്കും. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് സുധാകരന്റെ നീക്കം. ഇന്നലെ രാത്രിയും സിപിഎം നേതാക്കൾ അനുനയ നീക്കങ്ങൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. കൂടിക്കാഴ്ചയിൽ മന്ത്രി സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചും മത്സരിക്കുമെന്ന നിലപാടിലും ഉറച്ചു നിൽക്കുകയായിരുന്നു ജി സുധാകരൻ. എല്ലാത്തിനും പിന്നിൽ സജി ചെറിയാനാണെന്നും ആലപ്പുഴയിലെ പാർട്ടിയെ സജി ചെറിയാന്റെ നേതൃത്വത്തിൽ തകർത്തുവെന്നും സുധാകരൻ തുറന്നടിച്ചു. തന്റെ വിഷയം എത്രയോ നേരത്തെ പരിഹരിക്കാവുന്നതായിരുന്നിട്ടും 5 വർഷക്കാലം യാതൊരു പരിഗണനയോ സംഘടന മര്യാദയോ കാണിച്ചില്ല. ഇപ്പോഴുള്ള അനുനയ നീക്കങ്ങൾ പ്രഹസനമെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. സുധാകരൻ സ്വതന്ത്രനായി മത്സരിച്ചേക്കുമെന്ന വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് 18 ആണ്. ജി സുധാകരൻ മത്സരത്തിനിറങ്ങിയാൽ VS അച്യുതാനന്ദന്റെ മകൻ V അരുൺകുമാറിനെ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കി ഇറക്കാൻ സിപിഎം തയ്യാറായേക്കും. സുധാകരന്റെ നീക്കങ്ങളെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ് കോൺഗ്രസ്. ശരണ്യ സ്നേഹജനും VV അരുണും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദ്യം ശരണ്യയിലേക്ക് പോവാം. ശരണ്യ, ഇനി മണിക്കൂറുകൾ മാത്രമേ സുധാകരന്റെ വാർത്താ സമ്മേളനത്തിനായി ബാക്കിയുള്ളൂ. ഈ ഒരു സമയത്തിനിടയ്ക്ക് സിപിഎമ്മിനിടയിലും സുധാകരനിടയിലും എന്തെങ്കിലും മാജിക്ക് നടക്കാനുള്ള സാധ്യതയുണ്ടോ? അനുശ്രീ, അത്തരം കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല എന്നുള്ളത് ഇന്നലെ രാത്രിയോടുകൂടി ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. സിപിഎമ്മിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അംഗം, കേന്ദ്ര കമ്മിറ്റി അംഗം, ജില്ലാ സെക്രട്ടറി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടറി R നാസർ ഉൾപ്പെടെയുള്ളവരാണ് ഇന്നലെ ജി സുധാകരനുമായി അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ജി സുധാകരന്റെ പുന്നപ്രയിലെ വസതിയിലാണ്. 11 മണിയോടുകൂടി അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെയും എത്തിയ പാർട്ടി നേതൃത്വത്തോടെ കൃത്യമായി തന്റെ നിലപാട് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, തനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ 5 വർഷക്കാലം താൻ നേരിട്ട അതിർത്തിയുടെ വിവരങ്ങൾ കൂടി അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി ഉന്നയിച്ചത് സജി ചെറിയാന്റെ നേതൃത്വത്തെയാണ്. കാരണം സജി ചെറിയാൻ നേതൃത്വത്തിൽ പാർട്ടിയുടെ മെറിറ്റ് ആലപ്പുഴയിൽ നഷ്ടപ്പെട്ടു എന്ന അടക്കമുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം തുറന്നുവെച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം, അദ്ദേഹം ആ പോസ്റ്റ്, നമുക്കറിയാം ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ആണ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയി വരുന്നത്. MB ഗോവിന്ദനുമായുള്ള വിഷയം അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നൽകിയ മറുപടി, ആ മറുപടി തുടർന്ന് ഉണ്ടായ കാര്യങ്ങൾ അദ്ദേഹത്തെ വലിയൊരു ഈ 5 വർഷക്കാലമായി നീണ്ടുനിന്ന പ്രശ്നങ്ങളും അതോടൊപ്പം അതിന് എണ്ണ പകരുന്നതായി MB ഗോവിന്ദന്റെ പ്രതികരണം കൂടി എത്തുകയും കൂടി ചെയ്തതോടെ അത് രൂക്ഷമായ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. CPM മെമ്പർഷിപ്പ് പുതുക്കാനായി മുതിർന്ന നേതാവ് ജി സുധാകരൻ തയ്യാറാകുന്നില്ല എന്നുള്ള വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരികയും പിന്നീട് അദ്ദേഹം ഒരു മൗനം തുടരുകയുമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് 11 മണിയോടുകൂടി ആ മൗനം ഭേദിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ നിലപാട് അറിയിക്കും. അത് CPMന് അത്ര ഗുണകരമായ ഒരു നിലപാടായിരിക്കില്ല എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ലഭ്യമായിരുന്നു. മറ്റൊന്ന്, ഈ അമ്പലപ്പുഴയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPM അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ നിലവിലത്തെ ഒരു പശ്ചാത്തലത്തിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ അത് മറ്റു ചില ചലനങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ CPMനുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാകും സംസ്ഥാന നേതൃത്വം ഇന്നലെ ഏറ്റവും ഏറിയ വൈകിയ വേളയിലും ഇവിടേക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പേരെയും അയച്ചത്. പക്ഷേ അതൊരു പ്രഹസനമാണ്. ഇത് പരിഹരിക്കാൻ 5 വർഷക്കാലം സമയമുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അന്നൊന്നും പരിഹരിക്കപ്പെടാത്ത ഒരു ഇടപെടൽ പോലും നടത്താത്ത ഒരു സംവിധാനം ഇപ്പോൾ വരുന്നതിന് പിന്നിൽ പ്രഹസനമാണ് എന്നുള്ളതാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളോട് തന്നെ പ്രതികരിച്ചത്. അതിൽ ഇപ്പോൾ അമ്പലപ്പുഴയിൽ നിന്നുള്ള നീക്കം കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴയിൽ CPM-ന്റെ മണ്ഡലം കമ്മിറ്റി ചേർന്നിരുന്നു. ഈ മണ്ഡലം കമ്മിറ്റിയിൽ കുറെ ആളുകൾ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. CS സുജാത, കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയുടെ നേതൃത്വത്തിലാണ് ഈ കമ്മിറ്റി കൂടിയത്. തുടർന്ന് CS സുജാത ഈ കമ്മിറ്റിയിൽ ആളുകൾ പങ്കെടുക്കാത്തതിനെ സംബന്ധിച്ചുള്ള ആശങ്ക അറിയിച്ചു. മാത്രമല്ല ഈ നിലവിൽ ഒരു പ്രതിസന്ധി പാർട്ടി അമ്പലപ്പുഴയിൽ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ നേരിടുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ പ്രവർത്തകർ കൂടി അല്ലെങ്കിൽ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ കൂടി വിട്ടുനിൽക്കുന്നത് ഒട്ടും ശുഭകരമല്ല എന്നും ഇക്കാര്യം നേതൃത്വത്തിന് റിപ്പോർട്ട് ചെയ്യുമെന്നുള്ളതും CS സുജാത കമ്മിറ്റിയിൽ തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല വ്യക്തിപരമായി സലാമിന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കമ്മിറ്റിയിൽ എത്തിയ പ്രധാനപ്പെട്ട ആളുകളോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അത്ര അനുകൂലമായ ഒരു മറുപടി അല്ല ലഭ്യമായിട്ടുള്ള സൂചന ലഭിക്കുന്നു. അതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ഇത് അത്ര കണ്ട് മുഖവിലയ്ക്കടക്കായിരുന്ന CPM ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയോടുകൂടി ഇവിടേക്ക് എത്തുന്നു. ഇപ്പോൾ അമ്പലപ്പുഴയിൽ ഒരുപക്ഷെ സ്ഥാനാർത്ഥിത്വത്തിൽ മാറ്റമുണ്ടാകുമെന്നുള്ള സൂചനകളൊക്കെ കൂടി ലഭ്യമാകുന്നുണ്ട്. അത്തരം സൂചനകൾ വരുന്നതോടുകൂടി ഇത് വളരെ ഗൗരവകരമായ മറ്റൊരു തലത്തിലേക്ക് അമ്പലപ്പുഴയിലെ രാഷ്ട്രീയ സാഹചര്യം നീങ്ങുന്നു. G. സുധാകരൻ അദ്ദേഹത്തിന്റെ നിലപാട് 11 മണിയോടുകൂടി പ്രഖ്യാപിക്കുന്നതോടെ അത്തരം സാഹചര്യത്തിന് കുറെ കൂടി അത് മറ്റൊരു തലത്തിലേക്ക് മാറും എന്നുള്ളതാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഷയങ്ങൾ, സംഘടനാപരമായ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോഴും G. സുധാകരനെ പ്രതിരോധിക്കാനുള്ള നീക്കം CPM-ന്റെ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ടുണ്ട്. സൈബർ കേന്ദ്രങ്ങൾ, അത് സംബന്ധിച്ചുള്ള പോസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ എത്തുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഈ G. സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന് അദ്ദേഹം അറിയിച്ച അതിന് പിന്നാലെ പിന്നീട് സൈബർ കേന്ദ്രങ്ങളിൽ നിന്ന് വീണ്ടും ആക്രമണം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ആക്രമണങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായത്. അവിടെയും അദ്ദേഹം പൊട്ടിത്തെറിച്ചു. സജി ചെറിയാൻ നേതൃത്വത്തെ അതിരൂക്ഷമായി വിമർശിച്ചു. മനു C. പുളിക്കൽ, ഒപ്പം തന്നെ R. നാസർ, H. സലാം ഉൾപ്പെടെയുള്ളവരുടെ വിഷയങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ആലപ്പുഴയിലെ പാർട്ടിയിൽ 5 വർഷക്കാലമായി ഉണ്ടായ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. ഒപ്പം ലഹരിക്കടത്ത് കേസിൽ ഉൾപ്പെട്ട ആളെ, പാർട്ടി പുറത്താക്കിയ ആളെ എങ്ങനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചു എന്നടക്കമുള്ള ചോദ്യങ്ങൾ CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളോട് ചോദിച്ചു. അവർക്കൊന്നും ഇക്കാര്യങ്ങൾ കൃത്യമായ ഒരു മറുപടി നൽകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നലെ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി അദ്ദേഹവുമായി ദീർഘനേരം സംസാരിച്ചു. അപ്പോഴും സുധാകരൻ ഉന്നയിച്ച വിഷയങ്ങൾ അദ്ദേഹത്തിന് നീതിപൂർവമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ ഇവർ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുമായി അദ്ദേഹം സംസാരിച്ചിട്ടില്ല, അവർ തമ്മിലുള്ള സംസാരം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതൊരു മറ്റൊരു തലത്തിലേക്ക് എത്തി നിൽക്കുന്നു. 63 വർഷക്കാലത്തെ തന്റെ CPM ജീവിതത്തിന് ഇന്ന് G. സുധാകരൻ അല്പസമയത്തിനകം അത് വിട പറയുമോ എന്നുള്ള ചോദ്യം കൂടി നമ്മളുടെ മുന്നിലേക്ക് നിൽക്കുകയാണ്. എന്തായാലും പാർട്ടി അംഗത്വം അദ്ദേഹം ഇതുവരെ എന്ന കാര്യത്തിൽ ഏകദേശം വ്യക്തതയുണ്ടാകും. VV അരുൺ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, G. സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്ന തരത്തിൽ ഏകദേശം ഒരു തീരുമാനമായി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ UDF ഇതിനെ പിന്തുണയ്ക്കുമെന്നുള്ള കാര്യത്തിലും ഏകദേശം ഒരു വ്യക്തത വരുന്നുണ്ട്. അത് G. സുധാകരൻ സ്വീകരിക്കാനുള്ള സാധ്യതയുമുണ്ട് സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ. അങ്ങനെയെങ്കിൽ ഇനി CPM-ന്റെ നീക്കം എങ്ങനെയൊക്കെ ആയിരിക്കും, ആരായിരിക്കും അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാവുക എന്നുള്ളതൊക്കെ വലിയൊരു ചോദ്യചിഹ്നമായി അവിടെ നിലനിൽക്കുകയാണ്. അമ്പലപ്പുഴ ഒഴിച്ചിട്ടാണ് കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. പുറത്തു വന്നില്ലെങ്കിലും അമ്പലപ്പുഴയിൽ അവർ ആരെയും നിശ്ചയിച്ചിട്ടില്ല. അവിടെ മത്സരിക്കാൻ നേരത്തെ ആലോചിക്കുന്നത് M. ലിജു ആണ്. ലിജു ഒരുപക്ഷെ തൃപ്പൂണിത്തുറയിലേക്ക് മാറിയേക്കുമെന്ന സൂചനകളുണ്ട്. അതുതന്നെ കൃത്യമാണ്. G. സുധാകരന് വേണ്ടി അമ്പലപ്പുഴ CPM ഒഴിച്ചിടുകയാണ്. സുധാകരന്റെ തീരുമാനത്തിന് കാത്തിരിക്കുകയാണ്. സ്വാഭാവികമായും സുധാകരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ സഹോദരനെ കൊന്ന ചരിത്രമുള്ളതാണ് KSU-വിന്. ആ രീതിയിൽ കോൺഗ്രസിനെ ഒറ്റയടിക്ക് ആശ്ലേഷിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യമല്ല G. സുധാകരനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോവുകയോ അത്ര നീക്കം ഉണ്ടാകാനോ ഇടയില്ല. പകരം ഇന്നലെ അദ്ദേഹം തന്നെ സന്ദർശിച്ച CPM നേതാക്കളോട് വ്യക്തമാക്കിയെന്ന് ശരണ്യ പറയുന്നത് പോലെ തന്നെ ആർക്കും പിന്തുണയ്ക്കാം, താൻ മത്സരിക്കും, സ്വതന്ത്രമായി മത്സരിക്കും, അവിടെ ആരുടെ പിന്തുണയും സ്വീകരിക്കും, ആരുടെ വോട്ടും സ്വീകരിക്കും. ആ ഒരു നിലപാടാകാം G. സുധാകരൻ സ്വീകരിക്കാൻ പോകുന്നത്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന G. സുധാകരന് പിന്തുണ അറിയിച്ചുകൊണ്ട് കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താതെ പോകും. കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല അവിടെ സുധാകരൻ വോട്ട് പ്രതീക്ഷിക്കുന്നത് CPM-ൽ നിന്ന് വലിയൊരു വിഭാഗം, വലിയൊരു നമ്പർ വോട്ട് സുധാകരൻ ഉറപ്പിക്കുകയാണ്. നമുക്കറിയാം 6 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ പരിചയമുള്ളയാൾ, ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച നേതാവ്, ഏതാണ്ട് 80കളുടെ പകുതിയോടുകൂടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് 2 തവണ പരാജയപ്പെടുകയും പിന്നീട് നിരവധി തവണ വിജയിക്കുകയും ചെയ്ത സുധാകരൻ, അമ്പലപ്പുഴയും സമീപ മണ്ഡലങ്ങളുമായി വിജയിച്ച സുധാകരൻ, അത്രയധികം ബന്ധങ്ങളുള്ള G. സുധാകരനാണ് CPM-ൽ
അഴിമതി വിരുദ്ധ പ്രതിച്ഛായുള്ള നേതാവാണ്. മന്ത്രിയായിരിക്കെ കർശനമായ ഭരണ നിലപാടുകളുടെ പേരിൽ കൈയടി നേടിയിട്ടുള്ള നേതാവ്, മുഖം നോക്കാതെ പലയിടത്തും മറുപടി പറയുന്ന നേതാവ്, വിമർശനങ്ങൾ ഉന്നയിക്കുന്ന നേതാവ്. അത്തരമൊരു നേതാവ് വരുന്നത് എന്തുകൊണ്ടും ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. ഒരു വിസ്മയം ഈ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ചുണ്ടാകാൻ പോകുന്നുവെന്ന് കോൺഗ്രസ് പറഞ്ഞതാണ്. അന്ന് കോൺഗ്രസ് ലക്ഷ്യം വെച്ച വിസ്മയങ്ങളിൽ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ജി സുധാകരൻ തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് അത് CPM നേതൃത്വം ഇടപെട്ട് അദ്ദേഹത്തെ അനുനയിപ്പിച്ചതോടുകൂടി ആ ലക്ഷ്യത്തിലേക്ക് എത്താനാകില്ല എന്ന് കോൺഗ്രസ് ശങ്കിച്ചു. പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് പ്രതീക്ഷയിലാണ്. ജി സുധാകരൻ എന്ന CPMന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളുള്ള ഒരാൾ, ദീർഘനാൾ കോൺഗ്രസിനെതിരെയൊക്കെ ആലപ്പുഴയിൽ പൊരുതി നിന്ന നേതാവ്, തങ്ങളുടെ സ്വതന്ത്ര പരിവേഷത്തിലെങ്കിലും അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായെങ്കിലും അവിടെ വരും. അവിടെ സുധാകരനെ പിന്തുണ നൽകിയാൽ അമ്പലപ്പുഴ സീറ്റ് CPMൽ നിന്ന് പിടിച്ചു മാറ്റാമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പ്രധാനം, ഓരോ സീറ്റും നിർണായകമായി മാറുമ്പോൾ തെരഞ്ഞെടുപ്പായി ഇത് മാറുമെന്ന സൂചനകളുണ്ട്. അത്രയധികം കടുത്ത പോരാട്ടം നേരത്തെ പ്രവചിക്കപ്പെട്ടതിനപ്പുറത്തേക്ക് ഇത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായി മാറിയേക്കാം. അവിടെ ഓരോ സീറ്റും നിർണായകമാണ്. സുധാകരൻ സ്വതന്ത്ര ജയിച്ചാൽ പോലും അത് കോൺഗ്രസിനെ അവർക്ക് ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നു. കോൺഗ്രസിന്റെ പിന്തുണ സുധാകരൻ ഉണ്ടാകും. അപ്പോൾ CPM അവിടെ മാറി ചിന്തിക്കേണ്ടി വരും. ശരണ്യ റിപ്പോർട്ട് ചെയ്തതുപോലെ കായംകുളമോ അരൂരോ ഒക്കെ അവിടെ സ്ഥാനാർത്ഥി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾ മാറേണ്ടി വരും. കായംകുളത്ത് പ്രതിഭയാണ് CPM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരുപക്ഷെ മാറ്റമുണ്ടാകാം. അവിടേക്ക് മറ്റൊരു സ്ഥാനത്ത്, കാരണം അമ്പലപ്പുഴയിൽ സലാം മത്സരിക്കുന്നതിന് പകരം VS അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിന്റെ പേരടക്കം ഇപ്പോൾ സജീവ ചർച്ചയിലുണ്ട്. അരുൺകുമാറിനെ കൊണ്ടുവന്നാൽ ഈ സുധാകരൻ ഉയർത്താൻ പോകുന്ന വെല്ലുവിളി മറികടക്കാം. VS അച്യുതാനന്ദന്റെ മകൻ എന്ന പേര്, അതിനോളം പോകുന്ന ഒരു പേര്, VS അച്യുതാനന്ദനോളം പോകുന്ന ഒരു പേര് ആലപ്പുഴയിൽ നിന്ന് CPMന് ഉയർത്തിക്കാട്ടാൻ ഇപ്പോഴില്ല. കൃഷ്ണപിള്ളയുടെ ഒക്കെ ചരിത്രത്തിന് പിന്നാലെ അതോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച കൃഷ്ണപിള്ളയുടെ കൂടെ എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 11 മണിയോടുകൂടി ഇതിലൊരു തീരുമാനം, അദ്ദേഹത്തിന്റെ തീരുമാനം വ്യക്തമാകുമെന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു. VV അരുണും ശരണ്യ സ്നേഹജനുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. വാണിജ്യ LPG സിലിണ്ടറുകൾ കിട്ടാനില്ലാത്തതിനാൽ ഹോട്ടൽ മേഖലയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. എന്നാൽ രാജ്യത്ത് LPG ഉൽപാദനം 25% വർദ്ധിപ്പിച്ചെന്നും ആശങ്ക വേണ്ടെന്നുമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. LPG കിട്ടാനില്ലാത്തതിനാൽ ഉത്തരേന്ത്യയിലെ കൂടുതൽ ഹോട്ടലുകളും അടച്ചുപൂട്ടുകയാണ്. സംസ്ഥാനങ്ങളിലെ DGPമാരുമായും ചീഫ് സെക്രട്ടറിമാരുമായും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ചർച്ച നടത്തി. പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരൻ, കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ, കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ഡാനി പോളിലേക്ക് പോകാം. ഡാനി, കൊച്ചിയിലെ നിലവിലെ സാഹചര്യം എന്താണ്? ഇപ്പോൾ പല ഹോട്ടലുകളും LPG ക്ഷാമം മൂലം അനിശ്ചിതകാലത്തേക്ക് അടച്ചിടേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കൊച്ചിയിലെ അവസ്ഥ എന്താണ്? അനുശ്രീ, ഹോട്ടൽ മേഖലയിലെ പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. കാരണം കൊമേഴ്സ്യൽ സിലിണ്ടറുകൾ ലഭ്യമല്ലാതായതോടുകൂടി ഈ പ്രതിസന്ധിയുടെ ആഴം വലിയ രീതിയിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു. നിലവിൽ കൊച്ചിയിൽ ഏതാണ്ട് നിരവധിയായ ഹോട്ടലുകൾ, ചെറുതും വലുതുമായ, അതായത് ഞാൻ പറയുന്നത് തട്ടുകടകൾ ഉൾപ്പെടെ മുകളിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു ശ്രേണിയിൽപ്പെട്ട ഒട്ടനവധി ഹോട്ടലുകളുള്ള ഒരിടമാണ് കൊച്ചി എന്ന് പറയുന്നത്. സാധാരണക്കാരായ ആളുകളും അതോടൊപ്പം തൊഴിലിടങ്ങൾ തേടി ഇവിടേക്ക് എത്തിയവരും ഉൾപ്പെടെ വലിയൊരു വിഭാഗം ആശ്രയിക്കുന്നതും ഹോട്ടൽ ഭക്ഷണത്തെ തന്നെയാണ്. അനുബന്ധമായുള്ള മറ്റ് ഡെലിവറി ആപ്പുകൾ ഉൾപ്പെടെ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നിരവധിയായ ആളുകൾ ഇതിനോടനുബന്ധിച്ചെല്ലാം തന്നെയുണ്ട്. ഇവരെല്ലാം ജീവിതം ഉടൻ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഹോട്ടൽ മേഖലയിലേക്ക് വരികയാണെങ്കിൽ കൊച്ചിയിലെ ഏതാണ്ട് ഈ ഒരു പകുതിയോടടുക്കുന്നു ഹോട്ടലുകൾ, അടച്ചു പൂട്ടപ്പെട്ട ഹോട്ടലുകൾ എന്നതാണ് ഒരു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഒരു കണക്ക് ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എല്ലാം തന്നെ വരുന്നു. പ്രവർത്തിക്കുന്ന ഹോട്ടലുകളാകട്ടെ അതിന് നിയന്ത്രണം കൊണ്ടുവരുന്ന അവസ്ഥയിലാണുള്ളത്. നമ്മൾ അത്തരമൊരു ഹോട്ടലുകളാണ് ഉള്ളത്. കൊച്ചിയിലെ ചിറ്റൂർ റോഡിലുള്ള പൊഞ്ഞിക്കര കൊച്ചിനിലാണ് നമ്മളുള്ളത്. ഇവിടെ ഒരു കാര്യം, വലിയ രീതിയിലുള്ള ഒരു തിരക്കും കാര്യങ്ങളുമുള്ള ഒരു ഹോട്ടലാണ്. പക്ഷേ അതിന്റെ ഒരു പ്രവർത്തനം ഏതാണ്ടൊരു ഭാഗികമാകുന്ന രീതിയിലേക്കെല്ലാം തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം ഒരു നിയന്ത്രണങ്ങൾ വന്നതോടുകൂടി ഈ പാചക വാതകത്തിന്റെ ഒരു നിയന്ത്രണം വലിയ രീതിയിലേക്ക് വരുന്നതോടുകൂടി തന്നെ അവരുടെ തൊഴിലാളികൾ, നിരവധിയായ തൊഴിലാളികളുള്ള ഒരിടമാണ്. പക്ഷെ അതിന്റെ ഒരു പ്രവർത്തനം അതൊരു ഭാഗികമാക്കേണ്ട അവസ്ഥയിലേക്കെല്ലാം തന്നെ വരുന്നുവെന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഈ തൊഴിലാളികളുമായും ഇത്രയും പേർക്കും അവരുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒപ്പം തന്നെ അവർക്ക് ഈ ലഭ്യമാകുന്ന സിലിണ്ടർ അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാനാകുള്ളൂ. നമുക്കൊപ്പം ഹോട്ടലിലെ ജീവനക്കാർ കൂടെ ചേരുന്നുണ്ട്. എങ്ങനെയാണ് നിലവിലൊരു സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടിലേക്കാണ് കഴിഞ്ഞു പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 10-65 സ്റ്റാഫുകൾ നമുക്കിവിടെ റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ
അപ്പം ലേഡീസ് സ്റ്റാഫ് തന്നെ അതിലൊരു 10-35 പേരാണ് ലേഡീസ് സ്റ്റാഫുകളാണ്. അപ്പം നമുക്ക് ഉപയോഗം ഭയങ്കരമായ സാധനം പരമാവധി കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ഉപയോഗം. ഗ്യാസിന്റെ ചെലവെന്ന് പറയുന്നത് ഞങ്ങൾ ഡെയിലി 2-2.5 കുറ്റിയോളം ഗ്യാസിന്റെ ഉപയോഗം ഞങ്ങൾക്ക് 100-100 പേരോളം ഞങ്ങൾക്ക് കഴിക്കാൻ വന്നുകൊണ്ടിരുന്നതാണ്. കഴിയുമെന്ന് വെച്ചാൽ ഗ്യാസിന്റെ ചെലവ് ഒന്നും ഞങ്ങളിപ്പോൾ അടച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഇപ്പം പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാർട്ടി ഓർഡർ ആണെങ്കിലും നമുക്ക് തന്നെ ന്യൂ ക്ലാസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കാണെങ്കിലും ഫുഡ് നമ്മൾ ഇവിടെ തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ ഗ്യാസിന്റെ ഒരു ക്ഷാമം ഭയങ്കരമായി രൂക്ഷമാവുകയാണ്. അപ്പം ഞങ്ങൾക്കത് സാധാരണമായ പണിക്കാരെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിലേക്ക് കടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. തൊഴിലാളികളൊക്കെ ഉള്ള ഒരു ഇടമാണല്ലോ. അപ്പോൾ ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ എല്ലാവരും ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ബാധിക്കുന്നു. ഇപ്പം നമുക്ക് ഒരു 3 വർഷമായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ പിന്നെ സ്റ്റാർട്ടിങ് തൊട്ട് 3 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകളാണ് 19 പേരും. 50 പേരുടെയും ജീവിതം ഭയങ്കരമായിട്ട് നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് വരും. അടച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുവാണ്. അപ്പം ഇന്ന് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കുറ്റി ഗ്യാസിലാണ് ഇപ്പം ഇന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞാൽ ചിലപ്പോൾ അടയ്ക്കേണ്ടി വിഭവങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ദിവസം ഒരു 10-35 ഐറ്റം ഡിഷുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെജിലാണെങ്കിൽ 10-35 ഐറ്റം വെജാണ് ഞങ്ങൾ ഊണ് തന്നെ കൊടുക്കുന്നത്. അതിൽ തന്നെ ഫിഷുകളൊക്കെ ഞങ്ങൾ ലൈവായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഇവിടെ ലൈവ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കസ്റ്റമേഴ്സ് കൂടുതൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ലൈവ്. അത് കസ്റ്റമേഴ്സിൽ കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ ഫുഡിനോട് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം അവസാനിക്കേണ്ട അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇനിയിപ്പം വിറക് ചെയ്യേണ്ട ഒരു അവസ്ഥ അതിലേക്ക് മാറുമ്പോഴേക്കും ഈ ഒരു ക്വാളിറ്റി ക്വാളിറ്റിയിലേക്ക് നമുക്ക് അത്രയും കിട്ടത്തില്ല. ഈ ലൈവ് ഡെമോ ഒന്നും നടക്കില്ല. ലൈവ് ഡെമോ അങ്ങനെ പരിപാടികളൊന്നുമില്ല. അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഡാനിപോളിന്റെ റിപ്പോർട്ടിൽ നിന്ന് അതാണ് വ്യക്തമാകുന്നത്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ്, കോഴിക്കോട്ടെ നിലവിലെ അവസ്ഥ എന്താണ്? ഇപ്പോൾ കൊച്ചിയിൽ പല ഹോട്ടലുകളും പകുതി അടച്ച അവസ്ഥയിലാണുള്ളത്. കോഴിക്കോടും അത് തന്നെയാണോ സാഹചര്യം? അനുശ്രീ, ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റുകൾ അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായ റെസ്റ്റോറൻ്റായ ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന പാരഗണിലാണുള്ളത്. പാരഗണിൽ നമുക്കറിയാം പ്രതിദിനം ആയിരക്കണക്കിന് ആളുകളാണ് ഭക്ഷണം കഴിക്കാൻ എത്തുന്നത്. ജീവനക്കാർ മാത്രം ഏതാണ്ട് 350-400 പേർ ചുരുങ്ങിയത് ഇവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. പ്രതിദിനം 15-20 സിലിണ്ടറുകൾ കിട്ടിയാൽ പോലും മതിയാവാത്ത ഒരു സ്ഥാപനം കൂടിയാണ്. എന്തായാലും ആ സ്ഥാപനത്തിലേക്ക് അടക്കം പ്രവർത്തനങ്ങളെ കാര്യമായി തന്നെ ഈ ഇന്ധനത്തിന്റെ ക്ഷാമം അല്ലെങ്കിൽ പാചകവാതകത്തിന്റെ ക്ഷാമം ബാധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് മറ്റു മാർഗങ്ങളിലേക്കൊക്കെ നീങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. നമുക്കൊപ്പം ഇവിടുത്തെ ഷെഫ് തന്നെ ഉണ്ട്. എങ്ങനെയുണ്ട് ഇപ്പം ഈ ലഭ്യത വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്? ഉള്ള ശേഖരം തന്നെ വളരെ കരുതലോടുകൂടി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് പകരമായിട്ട് വിറകടുപ്പിലേക്കൊക്കെ മടങ്ങാനുള്ളൊരു സംവിധാനത്തിലേക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി വിറകൊക്കെ ഇറക്കാൻ തുടങ്ങി. വിറകിൻ്റെ ലഭ്യത അതൊരു വിഷയമാണ്. ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ഇപ്പോൾ റൺ ചെയ്യുന്ന മാതിരി തന്നെ ഭാവി റൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. വിഭവങ്ങൾ പരിമിതപ്പെടുത്തേണ്ടി വരും. പിന്നെ പുതുതലമുറ ഷെഫുമാർക്ക് വിറകിൽ പണിയെടുക്കുക എന്നുള്ളത് അവരെ അത് പഠിപ്പിച്ച് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. ഒരു ദിവസം എത്ര സിലിണ്ടർ വരെ നമുക്ക് സാധാരണ? ഞങ്ങൾക്ക് 400 കിലോ ഏകദേശം 400 കിലോ ആവശ്യം വരും ഒരു ദിവസം. പക്ഷെ അത് ഇല്ലെങ്കിൽ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിൽ അത് താളം തെറ്റിക്കും. ഈ പാചകത്തിന്റെ ഒരു താളവും പോവും അല്ലെ? ഈ വിറകിലേക്കൊക്കെ നീങ്ങുമ്പോൾ അതിൻ്റെതായ ഒരു താളവും പോകും സംഗതി. ഗ്യാസിന്റെ അത്ര ഒരു കൺവീനിയന്റ് വിറക് തരില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ബുദ്ധിമുട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ ഒരു പരിഹാരം ആവും എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങളൊക്കെ. ഈ പാരഗണിലെ ബിരിയാണിയുടെ ഒരു രുചി അത് ഇപ്പോൾ ഒന്ന് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുക നിങ്ങൾ അല്ലേ? ആണ്, തീർച്ചയായിട്ടും. പക്ഷേ വിറകടുപ്പ് ബിരിയാണിയുടെ രുചിയെ കൂട്ടുകയേ ഉള്ളൂ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷെ തയ്യാറാക്കി എടുക്കാനുള്ള ഒരു പ്രായോഗിക വശമാണ് അതിൻ്റെ ഇത്. അടുപ്പ് തയ്യാറാണ്, അങ്ങനെയാണോ? ഞങ്ങൾ ഏതാണ്ട് ഒരു അതിനുള്ള നീക്കത്തിലാണ്. എല്ലാം ഏകദേശമൊക്കെ റെഡിയാക്കിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തീരെ കിട്ടാതെ വന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുക. പിന്നെ ഈ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനത്തെ മാർഗങ്ങളുണ്ടോ? ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ അത് അത്ര പ്രാക്ടിക്കൽ അല്ല. വീട്ടിൽ ഒക്കെ അത് കുറെ കൂടി നന്നാവുകയുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പോൾ വീട്ടിൽ തന്നെ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് കിട്ടാനില്ലാത്തൊരവസ്ഥയിലേക്ക്, അതായത് ഒരു താമസം പറയുന്നുണ്ട്. ഒരു ബുക്കിംഗ് കഴിഞ്ഞാൽ 21 ദിവസം കഴിഞ്ഞാൽ അടുത്ത ബുക്കിംഗ് എടുക്കുള്ളൂ എന്ന് പറയുന്നത്. പ്രതിസന്ധി മാറാനുള്ള ഒരുക്കങ്ങളിലൊക്കെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരൻ കൂടി ചേരുന്നുണ്ട്. സാരംഗ്, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചായ കുടിക്കാനൊക്കെ പോയപ്പോൾ അവിടെ ചായ പോലും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ LPG സിലിണ്ടറുകൾ ലഭ്യമല്ല എന്നുള്ള ഒരു കാരണമാണ് ചായ ലഭിക്കാത്തതിന് അവർ മറുപടിയായി നൽകിയത്.
അത്തരത്തിൽ ചെറിയ ഹോട്ടലുകൾ പോലും പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ വലിയ ഹോട്ടലുകളുടെ കാര്യം നമ്മൾ പറയേണ്ടതില്ലല്ലോ. എന്താണിപ്പോൾ നിലവിലെ തിരുവനന്തപുരത്തെ സാഹചര്യം? ഈ ഹോട്ടൽ ജീവനക്കാരൊക്കെ നൽകുന്ന മറുപടി എന്താണ്? അനുശ്രീ, തീർച്ചയായും. കാരണം ഈ ഒരു വിഷയം വലിയ രീതിയിൽ തിരുവനന്തപുരത്തെയും ബാധിച്ചിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഉള്ളത് കഴക്കൂട്ടം ഭാഗത്താണ്. ഈ ഭാഗത്ത് ടെക്നോ പാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഹോട്ടലുകളെയും PG-കളെയും ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ, അതായത് പുറംനാട്ടുകളിൽ നിന്ന് വരുന്ന ആൾക്കാർ കൂടുതലായും ഈ ഒരു ഭക്ഷണം കഴിക്കാനടക്കം ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇവർ നേരിടുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള കടകളെല്ലാം അടച്ചിടേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല ഇതിന്റെ മറ്റു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ജീവനക്കാരടക്കമുള്ളവർ ഇതിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു PG-കൾ, അതായത് ടെക്നോ പാർക്കിലെ കൂടുതലും ജീവനക്കാർ ജോലി ചെയ്യുന്നവർ അടക്കം നിൽക്കുന്നത് PG-കളിലാണ്. ആ PG-കളിലടക്കം ഈ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം, ഗ്യാസിന്റെ പ്രശ്നം എങ്ങനെയാണ് ഇപ്പോൾ അവിടെ ചോദിച്ചാൽ? ഗ്യാസിന്റെ പ്രശ്നം എങ്ങനെയുണ്ട്? ഗ്യാസ് ഇപ്പം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടോ? അടച്ചിട്ട സാധ്യത ഇപ്പം കുറവാണ്. പിന്നെ ഒരു ദിവസം എത്ര സിലിണ്ടർ വേണ്ടി വരും? കൂടുതൽ വേണ്ടി ഒരു 2-3 സിലിണ്ടർ വേണം. കിട്ടാത്ത സാഹചര്യം തന്നെയാണ് ഇപ്പോൾ. കിട്ടാൻ സാധ്യത കുറവാണ്. മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കില്ല ഇങ്ങനെയാണ്? കുറവാണ്. എങ്ങനെയാണ് നമ്മളിപ്പോൾ പ്രതികരണങ്ങൾക്കടക്കം തേടിയ സമയത്ത് കഴക്കൂട്ടത്തെ മിക്കവാറും ഹോട്ടലുകൾ അടച്ചിട്ട ഒരു സാഹചര്യമാണ്. അത് അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഈ മേഖലയിൽ എത്രത്തോളം രീതിയിൽ ഈ ഒരു ഗ്യാസിന്റെ വിഷയം ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യം. മാത്രമല്ല ഇത് കൂടുതൽ ഇനി വരുന്ന ദിവസങ്ങളിലേക്ക് നാളെ തൊട്ട് പൂർണ്ണമായും കഴക്കൂട്ടം മേഖലയിലടക്കമുള്ള ഹോട്ടലുകൾ അടച്ചിടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക്, കാരണം ഈ ഒരു ജോലി ചെയ്യുന്ന ജീവനക്കാരായിക്കോട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന PG-കളിൽ നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അവരെയെല്ലാം ഇത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അനുസരി ശരി, സാരൻ സുധാകരനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എല്ലായിടത്തെയും പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. LPG സിലിണ്ടറുകൾ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്ന ഒരു പരാതി. മിക്ക ആളുകളും വിറകടുപ്പിലേക്ക് മാറാനുള്ള ഒരു നീക്കത്തിൽ കൂടിയാണ്. വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഇപ്പോൾ പല ഹോട്ടലുകളും നേരിടുന്നു എന്നുള്ളതാണ്. 9 മണി വാർത്തകൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.